എന്താ നമ്മളങ്ങനെ ക്യൂബയിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഭയങ്കര ഷൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ ഡോണ്ട് കെയർ എനിമോർ. മനസ്സിലായോ? ഹൂ കെയർസ്? അപ്പോൾ ഇന്ന് നമ്മൾ ക്യൂബ വരഡാറോ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് ബോർഡ് ചെയ്യാണ്. നമ്മളൊരു 6 day ട്രിപ്പാണ്. വിൽ ഷോ യു എവറിത്തിങ് അബൌട്ട് ക്യൂബ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബോർഡൊക്കെ ചെയ്തു. ഇപ്പോൾ നമ്മൾ ആക്ച്വലി കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. ക്യൂബയിൽ ചെല്ലുമ്പോൾ ചെന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ലൈക്ക് അതൊരു എന്താ പറയുന്നത്, ഒരു പുവർ കൺട്രിയാണ് ആക്ച്വലി. സോ നമ്മൾ ടിപ്പ് ചെയ്യണം. അത് നമ്മുടെ ഒരു കോമൺ സെൻസാണ്. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ സർവീസിനും. പക്ഷേ USDയിൽ ടിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ആ മണി വരെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആക്ച്വലി കുറേ റിവ്യൂ ഒക്കെ വായിച്ചിട്ട് ബാങ്കിൽ പോയിട്ടാണ് മാറ്റിയിട്ട് വന്നത്. പക്ഷേ $1 ബിൽസ് കിട്ടിയിട്ടില്ല. $1 ബിൽസാണ് അവർ ടിപ്പ് ചെയ്യും. $20 ബില്ലാണ് കിട്ടിയത്. അപ്പം നമ്മൾ ഇപ്പോൾ എയർപോർട്ടിനുള്ളിൽ വന്നിട്ട് വീണ്ടും നമ്മൾ എടുത്ത പൈസ റീഡെപ്പോസിറ്റ് ചെയ്തിട്ട് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന $1 ബിൽസ് എടുക്കാൻ പോകും. ക്യൂബയിൽ പോകുന്നവർ മസ്റ്റായിട്ട് ടിപ്പ് ചെയ്യണം. അതും $1 ബിൽസാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം. സോ നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. സോ ഫൈനലി നമ്മൾ ബോർഡിംഗ് ദ ഫ്ലൈറ്റ്. നമ്മൾ സൺവിങ് വഴിയാണ് വെക്കേഷൻ പാക്കേജ് വാങ്ങിച്ചത്. സോ സൺവിങ്ങിന്റെ പ്ലെയിനാണ്. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ സൺവിങ് ഫ്ലൈ ചെയ്യുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. So before we take off, ഓൾമോസ്റ്റ് 8:15 3 മണിക്കൂർ, 4:30 കയറി 3 മണിക്കൂറിനുള്ളിൽ എത്തേണ്ടതാ. നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ആയി. എടുത്തപ്പോ തന്നെ 5:45 ഇപ്പൊ 8:15. ഓ മൈ ഗോഡ്, ടയർഡ്. എല്ലാരും ടയർഡായി, ഫ്ലൈറ്റിലുള്ള എല്ലാരും. ഇങ്ങനെ പറയാനുണ്ട്. ഇതാണ് ക്യൂബൻ എയർപോർട്ട് കേട്ടോ. വളരെ ചെറിയൊരു സ്പേസ് ആണ്. 2 സെക്ഷൻസ് തന്നെയുള്ളൂ ലഗേജ് ഒക്കെ വരാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് കൗണ്ടർ. പക്ഷെ നല്ല ചൂടുണ്ട്. ഇപ്പൊ തൊട്ടേ ഞങ്ങൾ വേർക്കാൻ തുടങ്ങി. ഓക്കെ, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് നമ്മളെ ഇവിടെ ഒരാൾ പിക്ക് ചെയ്യാൻ വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ തന്നെ സൺവിങ്ങിൻ്റെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അവർ ഞങ്ങളെ ഗൈഡ് ചെയ്തു, പറഞ്ഞു ഒരു ബസ് നമ്പർ, അവിടെ പോയി നമ്മുടെ പേര് പറഞ്ഞാൽ അവർ നമ്മളെ റൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് ശരിക്കും ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, ഫ്രണ്ട് ഇരിക്കാൻ അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു. ഇവരെ പോയി ഞങ്ങൾ ക്യൂബ ലാൻഡ് ചെയ്തു. അല്ല, കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു.
അവസാനം ഞങ്ങളെ സണ്ണിക്കാര് ഡയറക്റ്റ് ചെയ്ത് ഒരു ബസ്സിൽ കയറ്റിട്ടുണ്ട്. ബസ്സിൽ കയറ്റി നമ്മൾ നേരെ ഇവിടുത്തെ ഹോട്ടലിൽ പോകാം. ഇതാണ് നമ്മളെ ബസ്സിൽ കൊണ്ടുപോകുന്ന ഗൈഡ് കേട്ടോ. ഒരു ഡ്രൈവറും ഈ ഗൈഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൾ നമുക്കിങ്ങനെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു തരിക. ക്യൂബയിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ, ടിപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ സ്കാമേഴ്സിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരിക കേട്ടോ. വരൂ കുട്ടി. നമ്മൾ ഈ കാട്ടിൽ കയറി പോവാണ്. എങ്ങോട്ടാ പോണേ? എന്താ പറഞ്ഞത്? നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ നമ്മൾ ഇങ്ങോട്ട് വരണോ? എവിടെ പോവാ? എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഹോട്ടൽ അടിപൊളിയാണ്. കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടമായി. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ കാട്ടിൽ കയറ്റി. നമ്മൾ വില്ലയായിരുന്നു ബുക്ക് ചെയ്തത്. അത് വേറൊരു സെക്ഷനിലായിരുന്നു. അത് നമുക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി കൊണ്ടുവന്നു. രാത്രി കൊണ്ട് ഒരുപാടൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പാവമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആ പെട്ടിയൊക്കെ രണ്ടിനും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇവരുടെ ജോബാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ടിപ്പ് ചെയ്യുകയും വേണം. ഇവിടെ വന്നിറങ്ങിയപ്പോൾ പോലെ നമ്മളത് കോൺഷ്യസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. നമ്മുടെ വില്ലയിലോട്ടാണ് പോകുന്നത്. നിന്റെ ബാഗ് ആക്ച്വലി 2 റൂമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സോഫയാണ്. ഓ, പക്ഷെ എന്നാലും കിടക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ലോക്കറ്. ഓ ശരിയാ. അപ്പൊ നമ്മള് വന്നു, നമ്മുടെ വീട്ടിൽ കയറി. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇരുട്ടായിട്ട് ക്ലാരിറ്റി ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാന്ന്. അത് കഴിഞ്ഞ് അവിടെ എന്താ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി നല്ല പ്ലേസ് ആണ് കേട്ടോ. നല്ല കാറ്റൊക്കെ എന്ന് വെച്ചാൽ രാവിലെ ആയാലും ഒരു വിസിബിലിറ്റി ഉണ്ടാവുള്ളൂ. എന്താ നടക്കുന്നതെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്നെ പോലും കാണാൻ പറ്റുന്നില്ല. എന്തായാലും അപ്പം കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. ആക്ച്വലി അവിടെ ഓപ്പൺ ബാറാണ് 24/7. അപ്പം ഞങ്ങൾ വന്ന് ചെന്നപാടെ അവിടുത്തെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഒക്കെ ട്രൈ ചെയ്യായിരുന്നു. രാത്രിയിൽ 11:30 കഴിഞ്ഞുകൊണ്ട് എല്ലാ സ്റ്റേഷൻസും ക്ലോസ് ചെയ്തു. ഫുഡിൻ്റെ ആകെയുള്ളത് സാൻഡ്വിച്ചസ് ആണ്. ഞങ്ങൾ ചിപ്ര അത് കഴിക്കായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുവരെ. നമുക്ക് അടിപൊളി ഒരു നൈറ്റ് ക്ലബ് ഉണ്ടായിരുന്നു ഇവിടെ. ഡാൻസ് ചെയ്ത് പൊളിച്ചു. ഒരമ്മച്ചി, സ്പാനിഷ് അമ്മച്ചി എസ്പെഷ്യലി, അടിപൊളി ഡാൻസ് എന്ന് പറഞ്ഞാൽ അന്യായം അടിപൊളിയാണ്. ഓ ശരിക്കും അമ്മച്ചിയുടെ ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കണം. നമ്മൾ ഏതോ 2 സ്ട്രേഞ്ചേഴ്സിനെ ഫോളോ ചെയ്ത് ബീച്ചിലേക്ക് പോവുകയാണ് ഈ സമയത്ത്. അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്യൂരിറ്റി അമ്മച്ചി പറഞ്ഞു ഓ ബീച്ചെത്തി. അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്ത് കാണാനൊന്നും ഇല്ല. 1-2 മണി ആയിട്ടുണ്ട്. ഷാരോൺ ഒഴിച്ച് ഞാനും ചെടിയൊന്നും ഈ സമയത്ത് ബീച്ചിൽ വന്നിരുന്നിട്ടില്ല. സോ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഫീലില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ എണീറ്റു, പോതൊക്കെ വന്നാടെ ഷാരോണും ചിടിയായും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓടി. ഞാൻ അതൊക്കെ എണീറ്റ് വീട്ടിൽ ഇരുന്നത്, നമ്മുടെ വില്ലയിലിരുന്ന് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ റിലാക്സ്ഡ് ആയിരിക്കുക. നട്ടുച്ച എന്ന് പറഞ്ഞാൽ നട്ടുച്ച. ഓൾമോസ്റ്റ് 35 ഡിഗ്രി, 35-36 അല്ലേ? 35-36 ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്.
അവിടെ നമ്മൾ പുറത്തിറങ്ങുന്നല്ലേ ഇപ്പം. ഇനി ലഞ്ച് കഴിക്കാൻ പോകണം, അന്നേരത്തേക്ക് മാത്രമേ ഇറങ്ങുന്നുള്ളൂ. മീൻ വയൽ ഐ ഷോ യു ആർ വില്ല. സോ ഞാൻ ഇവിടുന്ന് കാണിക്കണ്ടല്ലേ. എന്റെ ഫ്രണ്ടിൽ തന്നെ മാങ്ങയൊക്കെ കണ്ടോ? മാങ്ങ നല്ല ഒന്നാന്തരം മാങ്ങ. ഇവിടെ രാവിലെ അപ്പച്ചന്മാരൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു മാങ്ങ. അപ്പോൾ നാട്ടിലെ അതേ ക്ലൈമറ്റ് കേട്ടോ. സോ ഇങ്ങനെ സെപ്പറേറ്റ് വില്ലാസാണ്. അടിപൊളിയാണ് സത്യം പറഞ്ഞ വ്യൂ. ഇതാണ് നമ്മുടെ സ്ഥലം. അവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു വാഷ്റൂം, എക്സ്ട്രാ ബെഡ്റൂം, പിന്നെന്താ സേഫ്റ്റി തിങ്സ് ഒക്കെ ലൈക്ക് ലോക്ക്, എക്സ്ട്രാ സം ഡോയേഴ്സ് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലായിടത്തും ഒന്നും പക്ഷെ ഒരു വ്യൂ കേട്ടോ. പക്ഷെ വേറെ ലെവല് സംഭവം. നമ്മള് ഫസ്റ്റ് ഡേ നമ്മള് കുളിച്ച് റെഡിയായി ലഞ്ച് കഴിക്കാൻ പോവാന്ന്. മലകൾ, പുഴകൾ, ഇടിവെട്ടിൽ മണ്ട പോയ തെങ്ങിൻ തോപ്പുകൾ. ഭയങ്കര രസമാണ്. പക്ഷെ ഒരു 35+ ഉണ്ട് ടെമ്പറേച്ചർ. അപ്പൊ നമ്മള് കരിഞ്ഞു. ഇപ്പൊ കടന്നു വന്നൊന്നും അറിയത്തില്ല. ഇതിന്റെ അവസാനം ഇരിക്കാൻ പോകുന്നത്. ഇഷ്ടം പോലെ മാങ്ങ, ഇഷ്ടം പോലെ തെങ്ങ്, തേങ്ങാത്തോട്ടം, മഞ്ഞപ്പൂ, ചുമലപ്പൂ, ഭയങ്കര ചൂടാ. ബഫേ ആണ് ലഞ്ച്. സോ കഴിക്കാം. ഈ പുറമൊക്കെ കാണിച്ചിട്ടേ. ഇന്നൊക്കെ കാറ്റുണ്ട്, ചൊവ്വാഴ്ച കാറ്റ് കൂടിയില്ല. നല്ല ഭംഗിയല്ലേ കാണാൻ? ഭയങ്കര ഭംഗിയല്ലേ? എന്താ നല്ല വെതർ. ഇവിടെ പൊല്യൂഷൻ ഒരാഴ്ച കറക്റ്റ് 12-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്തിരി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രിങ്ക്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 24/7 ബാർ ഓപ്പൺ ആണ്. പിന്നെ ഇവിടുത്തെ ചൂടിന് നല്ലതായിട്ട് നമുക്ക് കുടിക്കാനും തോന്നും. ആദ്യം നമ്മൾ പോയതൊരു ഇറ്റാലിയൻ ക്യുസീനുള്ള ബഫേയിലാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി എന്ത് വേണമെങ്കിലും കഴിക്കാം. ഡിന്നർ മാത്രം സ്പെഷ്യൽ സ്ഥലത്ത് പോകണമെങ്കിൽ റിസർവ് ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ആണോ? എന്തിനടി? ഞാനപ്പോൾ ഞങ്ങളിപ്പോൾ ഇറ്റാലിയനെ കഴിക്കുന്നത് എന്തൊക്കെയൊക്കെയോ എനിക്ക് സത്യം പറഞ്ഞ പേര് പോലും അറിയത്തില്ല. അപ്പം ഞാനതാ കഴിക്കുന്നത്. ഭയങ്കര ചൂടാണോ, ഇവിടുന്ന് നമ്മൾ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു അപ്പുറത്തെ ബഫേയും കൂടെ ട്രൈ ചെയ്യാൻ. വിശക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ കാണിക്കാം. അടിപൊളിയാണ്. എല്ലാം നല്ലൊരു ക്യൂബൻ സ്റ്റൈലിലാണ്. ഔട്ട്ഡോർ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരേ ഒരു കാര്യം മാത്രം ചൂടാണ്. നമ്മൾ പെട്ടെന്ന് ഈ തണുപ്പ് ടെമ്പറേച്ചർ ഒന്ന് ചൂടിലോട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലേ, ഹ്യൂമിഡിറ്റി ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അവിടെ കഴിച്ച് വിശപ്പൊന്നും വരാതുകൊണ്ട് ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് പേര് അറിയോ? അവിടെ ഞങ്ങള് എന്താ റൈസും വെജിറ്റബിൾസും ഷാമ്പെയിനും. കുഴപ്പമില്ല, റൈസ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ഞാൻ എല്ലാം കഴിച്ചു. ഞാൻ പോർക്കും കഴിച്ചു, എല്ലാം ആണോ? അതല്ല ഞാനും പറഞ്ഞു. ഉണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഈ ടേബിൾ എടുക്കാൻ ഞാൻ പറയാൻ ഇതെടുക്കാവോ ചോദിക്കാം അല്ലേ? നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, കാരണം എവിടെ ഇരിക്കേണ്ടത്. അപ്പം നമ്മൾ പിന്നെ മനസ്സിലാക്കി ഓരോ സെക്ഷൻ ഉണ്ട്, ഓരോ വെയിറ്റേഴ്സിന്. അവർ നമ്മളെ എവിടെയെങ്കിലും ഇരിക്കും, അവരൊന്ന് നമ്മളെ സെർവ് ചെയ്യും. ബഫേ ആണ് ഫുൾ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടുത്തെ സെറ്റപ്പ്. ഈ റെസ്റ്റോറൻറ്റ് അടിപൊളിയാണെന്നാണ് തോന്നുന്നത്. സോ ഞാനിപ്പോൾ ക്യൂ നിൽക്കുകയാണ് നമ്മുടെ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി. ഇതുവരെ പ്രോട്ടീൻ ഒന്നും ദേഹത്ത് തന്നിട്ടില്ല. സോ നമ്മുടെ സ്ട്രാറ്റജി ഡിവൈഡ് ആൻഡ് കോൺകർ ആയിരുന്നു. ഭയങ്കര ക്യൂ ആണ് കേട്ടോ. ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിരക്കാണ്, സ്പെഷ്യലായിട്ട് ഈ ലൈവ് സെറ്റപ്പുള്ളടത്തൊക്കെ. അപ്പോൾ ഷാരനും ചെടിയെയും ബീഫും പോക്കിനും ഞാനിവിടെ ചിക്കനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആൻഡ് സോ യമ്മി. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട്
നമ്മൾ ഇതുവരെ നമ്മുടെ ബീച്ചിലോട്ട് പോയില്ല. അപ്പം എന്താണ് ഭയങ്കര ചൂടാണ് കേട്ടോ, പറയാതിരിക്കാൻ പറഞ്ഞു. ക്യൂബനിൽ വന്നിട്ട് ചൂടാന്ന് കേട്ടോ, ചൂടാന്ന് പറയുന്നതിൽ തെറ്റുള്ളത് എനിക്ക് തോന്നുന്നു. സോ നമ്മളതേ നമ്മുടെ സണ്ണിലേക്ക് ഇറങ്ങാൻ പോകണം. ഓ മൈ ഗോഡ്, അവിടെ പാരുപോടോ. സത്യം പറഞ്ഞാൽ വെക്കേഷൻ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം അവിടെ വന്നിരിക്കുന്ന എല്ലാവരും നമ്മളെപ്പോലെ തന്നെ അടിച്ചു പൊളിക്കാൻ വന്നിരിക്കുക. സോ ഫുൾ ലൈവ്ലി ആണ്, ബ്യൂട്ടിഫുൾ ആണ്. ആൾക്കാരെല്ലാം വെക്കേഷൻ മോഡിലാണ്, ഹാപ്പിയാണ്. പിന്നെ ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് ടീമിനെ പറ്റി പറയാതിരിക്കാൻ വിടത്തില്ല. ഇഷ്ടം പോലെ പരിപാടി അവരെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവരുടെ മെയിൻ സെൻറ്റർ പൂൾ എന്ന് പറയുന്നത്. ഭയങ്കര രസം. ഇവിടുത്തെ ഏറ്റവും വന്നിട്ട് ഇത്രയും നേരം ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ചൂടുണ്ട്, ദാറ്റ്സ് ഓക്കെ, പക്ഷേ everywhere, every corner you look, it's so damn beautiful. Greenery, ഇടയ്ക്കൊരു കാറ്റൊക്കെ ഉണ്ട്. ആൻഡ് ദെൻ ബ്ലൂ. പിന്നെ ഇവർ ബിൽഡ് ചെയ്തേക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ പൂളിലൊരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയാമല്ലോ, ഈ ചൂടത്ത് അവിടെ ചാടണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. കാരണം ഐ വാസ് നോട്ട് ഡ്രസ്ഡ് ഫോർ ദാറ്റ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. ആൻഡ് ലെറ്റ്സ് സീ ദ ഗെയിം. Muchacho, ahí va. Portugal que quiere ganar. Mira, todo el mundo te está haciendo de todo. Oye, esos cubanos. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞു കേട്ടോ. എന്നാലും നല്ല വെയിലാണ്. നമ്മൾ വീണ്ടും പോയി സ്നാക്സും കുറച്ച് ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചു. ലഞ്ച് കഴിഞ്ഞതേ ഉള്ളൂ. എന്നിട്ടും എന്തായാലും ഫ്രീ അല്ലേ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വന്ന് കിടന്നുറങ്ങി. ഇവിടെ വന്ന് കിടന്നുറങ്ങിയത് നമ്മളിപ്പോഴും ഉറക്കത്തിൽ എണീറ്റിട്ടില്ല. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബീച്ചിൽ ഇറങ്ങിയില്ല ഇതുവരെ ആക്ച്വലി. ആക്ച്വലി സൺസെറ്റ് ആയിട്ടോ. ഷാറൺ പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്നു. നമ്മളിവിടെ തന്നെ ഇരുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു റിസർവേഷൻ ഉണ്ട് രാത്രിയിലത്തേക്ക്. ഇത്രയും റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഡേ. കത്തിൽ എണീപ്പിച്ച ചെടിയായും കൊണ്ട് ചൈനീസ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ചൈനക്കട പോലെ ഇരിക്കുന്നു. ഓ, ഇത് വേറെ സ്ഥലത്ത് തന്നെ ഒന്നും പോലും ഉണ്ടല്ലോ ഇവിടെ. ഓ, ഇവിടുന്ന് കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ. ഓ, ഇവിടെ അടിപൊളിയല്ലേ. ഓ, ഇതെന്ത് ബ്യൂട്ടിഫുൾ ഇത്. ഓ മൈ ഗോഡ്, ഭയങ്കര രസമല്ലേ. ഇവിടെ നമുക്ക് കുറച്ച് പിക്സ് ഒക്കെ എടുക്കണം. ആ, ഓ ചൈനീസ്. ഇവിടെ രാവിലത്തെ ബൊഫെ പോലെ ഒന്നല്ല കേട്ടോ. റിസർവേഷൻ ഉള്ളവർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഏരിയ ആയതുകൊണ്ട് ഫുൾ AC. സോ അടിപൊളി. പിന്നെ നമ്മൾക്ക് കുറച്ച് സുഷി, കുറച്ച് ഒതൻറ്റിക് ചൈനീസ് ഡിഷൊക്കെ കഴിച്ചു. റൂമിൽ പോയിട്ട് നമ്മളൊന്ന് ഫ്രഷായി നേരെ നമ്മൾ രാത്രിയിലത്തെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ കാണാൻ പോയി. എൻ്റർടൈൻമെൻറ്റ് ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത ഡാൻസും ഒരു ടീം തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ നൈറ്റും ഓരോരോ ഷോ. ഇന്ന് അവർ നോർത്ത് അമേരിക്കൻ മൈക്കിൾ ജാക്സൺ അങ്ങനത്തെ ഷോയൊക്കെ വെച്ചത്. എന്തായാലും അതൊക്കെ കണ്ട് ഞങ്ങൾ ഡേ അങ്ങ് വൈൻഡപ്പ് ചെയ്തു. എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 1 മണിയായിട്ടോ. നോർമലി വെക്കേഷൻ വന്നാലും കട്ടത്തിരക്കാണ്. അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഓടുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര ലോങ് ടൈമിൽ റിലാക്സിങ് ആയിട്ടൊരു വെക്കേഷൻ ഡേ ഉണ്ടായി. ഞങ്ങൾ വെറുതെ എണീറ്റ് ഫുഡ് കഴിച്ചു, ഇതുവഴി നടന്നു, വീണ്ടും ഫുഡ് കഴിച്ചു, വീണ്ടും കിടന്നുറങ്ങാൻ പോകുന്നു. എന്തായാലും ലെറ്റ്സ് സീ വാട്ട് ബ്രിങ്സ് ടുമോറോ.